ഹലോ, നീ പുറപ്പെട്ടോ? യെസ്, ഇപ്പൊ പമ്പില. സ്റ്റെൻസിലാവോസ് ചേട്ടൻ ഫ്യൂവൽ ഫിൽ ചെയ്യാ. അപ്പൊ പപ്പയെ കൂട്ടാതെയാണോ നീ പോണേ? എടാ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പപ്പയെ ഹേർട്ട് ചെയ്യരുതെന്ന്. പപ്പയുടെ കൂടെ പോകാവൂന്ന്. പപ്പയുടെ കൂടെ തന്നെയാ പോന്നെ. ശരിക്കും? പാവം, നീ അത്രയ്ക്ക് ഹേർട്ട് ചെയ്തിട്ടും പപ്പ വന്നല്ലോ. അതാണ് നിന്റെ പപ്പയുടെ ഗ്രേറ്റ്നെസ്. ദേ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഇല്ലെങ്കിൽ ആരാ എന്ത് എവിടെ നമുക്ക് ചോദിച്ചോണ്ടിരിക്കും. ബൈ. വണ്ടി ഞാൻ ഓടിച്ചോട്ടെ? അതിന് പരിപാടി ഇന്നാണ്, അടുത്ത ആഴ്ചയല്ല. പുറകെ കയറിയാൽ മതി. ഹലോ വിക്രമ. മുതലാളി രാജപ്പം പിന്നെ കാല് മാറിയിട്ടാ. മംഗലാപുരത്തുള്ള ഏതോ ഒരു വരുത്തനവൻ കച്ചവടം ഉറപ്പിച്ചെന്ന്. ആ റസാക്കില്ലേ അവിടെ? മുതലാളി ഒരു 5 പേരെ കൊണ്ട് വന്നാ മതി. അതല്ല, 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, വരാൻ പറയാൻ. സോറി, ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഇവിടം വരെ ഒന്ന് വന്നാ മതി. മുതലാളിയെ കണ്ട് ഉമ്മാരി ചെതറിക്കോളും. എടാ, പറഞ്ഞാ മനസ്സിലാവൂലേ? ഞാൻ ആദ്യം അങ്ങോട്ട് തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇത് കഴിഞ്ഞിട്ട് മുതലാളി തിരുവനന്തപുരത്തേക്ക് പോയിക്കോ. മുതലാളി വന്നൊന്ന് സ്റ്റാർട്ട് ഇട്ട് തന്നാ മതി. ബാക്കി റസാക്ക് ഫിനിഷ് ചെയ്തോളൂ. ഞാൻ ഒറ്റയ്ക്കോ? മുതലാളി, ഒരു ഐഡിയ. ആദ്യം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കോളാം. അതിൽ ഇന്നലെ തിരുവനന്തപുരത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത്. ആദ്യം ഒരു 10 മിനിറ്റ് നമുക്ക് അവിടെ വരുന്നു പോയിട്ട്. പപ്പ, നമുക്ക് 6 മണിക്ക് എത്താനുള്ളതാ. അതൊക്കെ എത്താടാ. ഇനി കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ തന്നെ ഇരുന്നാ ഞാനിപ്പോ വരാം. പപ്പ, നമ്മൾ സമയത്തിനെത്തില്ലേ? പിന്നെ എത്താതെ. നീ വാച്ച് നോക്കിയിരുന്നോ? 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പുറപ്പെട്ടിരിക്കും. മോലാലി, ആക്ച്വലി സ്ഥലം നമ്മളാണ് ആദ്യം നോക്കി വെച്ചത്. നിങ്ങൾ നോക്കി വെച്ചെങ്കിൽ അത് അപ്പൊ ഉറപ്പിക്കണമായിരുന്നു. വേറെ ആൾ അഡ്വാൻസ് കൊടുത്തിന്റെ മോളിൽ കൂടെ കൊടുക്കല്ലേ വേണ്ടത്. അവര് നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന മുതലാളി. മംഗലാപുരം ഞങ്ങൾ വന്നതേ ഈ സ്ഥലം മേടിക്കാൻ കൊടുക്കാനാ. താൻ മേടിക്കും, ഞാൻ കൊടുക്കുകയും ചെയ്യും. പേടിപ്പിക്കല്ലേ? പേടിപ്പിച്ച എന്ത് ചെയ്യണം? ഹലോ, എവിടെ എത്തി? ഞങ്ങളിപ്പോ പപ്പന്റെ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി വന്നിരിക്കാം. ഇതിനിടയ്ക്ക് എന്ത് ബിസിനസ് ഡീൽ? അടി കൊടുക്കല് തന്നെ. അതല്ലേ പപ്പയുടെ മെയിൻ ബിസിനസ്. എന്നിട്ട് 10 മിനിറ്റ് എന്ന് പറഞ്ഞു പോയതാ, ഇപ്പൊ തന്നെ 1.5 മണിക്കൂറായി. ബിസിനസ് തുടങ്ങി, ഇനി 10 മിനിറ്റുള്ളിൽ തീരും. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ചെറ്റ. നീ ഇനി സ്ഥലക്കച്ചവടം ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. ഈ പെട്ടിക്കകത്തെന്താ ഡ്രസ്? അത് ഈ പെട്ടിക്കകത്തല്ലേ? ഈ പെട്ടിക്കകത്ത് അതിന്റെ അകത്ത് മോലാലിന്റെ ഡ്രസ് തന്നെ. അതെന്താ ഇതിന് മാത്രം ഡ്രസ്? ഒരു ദൂരെ യാത്രക്ക് പോകുമല്ലേ, ഇനി എത്ര വട്ടം മാറുന്നു ആർക്കും അറിയില്ലല്ലോ. പപ്പ, ഡ്രസ് ഒന്നും മാറണ്ട, ഇനി പോയിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ 2 മണിക്കൂർ ലേറ്റ് ആയി. നമ്മളവിടെ എത്തണമെങ്കിൽ വല്ല ഹെലികോപ്റ്ററിൽ പോണം. എന്താ മുതലാളി? ഒരു ഹെലികോപ്റ്റർ കിട്ടും. ഹെലികോപ്റ്ററോ? എന്തിനാ? മരുന്ന് കളിക്കാനാ? മരുന്ന് കളിക്കുന്നതായാലും വേണ്ടില്ല, എനിക്കും ആദ്യം തിരുവനന്തപുരത്ത് പോകാനുള്ള വേഗം വേണം. ഇവിടെ ഇറക്കണ്ട, നമ്മുടെ ഹൈവേയിലുള്ള പോലീസ് മൈതാനമില്ലേ, അവിടെ ഇറക്കിയാൽ മതി. നല്ല കാർമേഘമുണ്ട്. ഹെലികോപ്റ്റർ ഒന്നും കാണാൻ പറ്റുമോ? അവൻ മോളിൽ നിന്ന് വിളിക്കൂല്ലേ? ഹലോ, നിങ്ങൾ പോയോ? എവിടെ? വെയിറ്റിംഗ് ആണ്. ഇനി വെയിറ്റിംഗോ? ഇപ്പൊ തന്നെ 2 മണിക്കൂർ ലേറ്റ് ആയി. ഇനി ഇപ്പൊ എത്തണമെങ്കിൽ പറക്കണം. പറക്കാൻ തന്നെയാ പരിപാടി. ഞങ്ങൾ ഹെലികോപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഹെലികോപ്റ്ററോ? റിയലി? അബ്ദുൾ റസാഖ് ഹെലികോപ്റ്റർ കൊണ്ട് എത്തിയിട്ടുണ്ട്. നീ ഫോൺ വെക്കി, ഞാൻ അതിൽ കേറിയിട്ട് വിളിക്കാം. അവന്റെ ഒരു ലക്ക്. മുതലാളി, ആ മണ്ടൻ റസാഖ് നമ്മളെ കേട്ടത് തിരുവനന്തപുരത്തേക്ക് ഒറ്റയ്ക്ക് പോണാണ്. കണ്ടാ വിളിക്കുന്നത്? എടാ റസാഖേ, നീ എങ്ങാനാണ് പോണത്? തിരിച്ചു വാ, തിരിച്ചു വാ. തിരിച്ചു വരാനോ? എടാ, ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ടാണല്ലോ. ആംബുലൻസ് വരുന്നു. ഞാൻ നിങ്ങളുടെ വണ്ടി കണ്ടു. വണ്ടി കണ്ടിട്ട് നീ എങ്ങോട്ടാണ് ഈ പോണത്? ഇങ്ങോട്ട് വരാത്ത എന്താണ്? എവിടെ എത്തിന്നു? എവിടെ എവിടെ എത്തിന്നാ പറയണത്? കണ്ടൂടെ? എന്താടാ ഇത്? ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചവ വണ്ടി കൊണ്ടാ വന്നേക്കണ ചവമ്മേ.
എടാ ഇപ്പൊ കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും സ്പീഡുള്ള ഹെലികോപ്റ്ററാണിത്. ആദ്യം പറഞ്ഞപ്പോ സമ്മതിച്ചില്ല, പക്ഷെ 2 കൈമടക്ക് കൊടുത്തപ്പോ അവൻ സമ്മതിച്ചു. ഇല്ലടാ 6 മണി എന്നല്ലേ പറഞ്ഞത്, ഒരു 5:30 എത്തിയ കുഴപ്പമുണ്ടോ? ഏയ് 5:30 പറ്റില്ല, 6 മണിക്ക് എത്തിക്കണം. ആണോ? ആ. 6 മണിക്ക് എത്തിക്കില്ലടാ. സംസാരിക്കുന്ന സമയങ്ങളണ്ട, എല്ലാരും കയറി. മതി വാടാ. ഞാൻ റസാക്കിക്കയുടെ കൂടെ കയറിക്കോളാം. മാമനെ നീ വണ്ടി ഒതുക്കിയിട്ടിട്ട് പുറകെ കയറിക്കും.